ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ അതായത് ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്ന ചാപ്റ്റർ 6ൻ്റെ 6th പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേരിയബിൾസ് എന്താണ്, കീവേഡ്സ് എന്താണ്, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഓപ്പറേറ്റേഴ്സുകൾ അല്ലേ, ഓപ്പറേറ്റേഴ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നിർത്തിയത്, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നിർത്തിയത്. നമ്മുടെ 6th ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്തത് ഓപ്പറേറ്റർ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു ഓപ്പറേറ്ററിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയണത് ഹയറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഹയറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് നോക്കുന്നത്. The arithmetic operators are executed to their hierarchy or precedence role. അതായത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സുകൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹൈറാർക്കി അല്ലെങ്കിൽ അതിൻ്റെ പ്രെസിഡൻസ് റോൾ അനുസരിച്ചായിരിക്കും. പ്രെസിഡൻസ് റൂൾസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോട്ടിൽ ടേബിൾ നോക്കിയാൽ കാണാം, ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. പാരാന്തസിസ്, ഈ പാരാന്തസിസ് ഒക്കെ നമ്മൾ എന്താണ്, ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരേ സമയം വരികയാണെന്ന് വിചാരിക്കുക. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇതൊക്കെ ഒരേ സമയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്, ഹൈറാർക്കി ഓർ പ്രെസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം ഒന്നിലധികം ഓപ്പറേറ്റേഴ്സുകൾ ഒരു എക്സ്പ്രഷനിൽ വരുമ്പോൾ ഏത് ഓപ്പറേഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ആര്, നമ്മുടെ ഹൈറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രെസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹൈറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സിനെ ഓർത്ത് വയ്ക്കാനുള്ള ഒരു വേർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്, പെംദാസ് എന്ന് പറയണത്. പെംദാസ്, അതായത് PEMDAS, പെംദാസ് എന്ന് പറയുന്നുണ്ട്. P for parenthesis, E for exponential, M for multiplication, D for division, A for addition, S for subtraction. ഓക്കെ, ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. അതാണ് അതിൻ്റെ പ്രെസിഡൻസിൻ്റെ ഹൈറാർക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, 4 എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. 1 ലോവസ്റ്റ് പ്രയോറിറ്റിയും 4 ഹയസ്റ്റ് പ്രയോറിറ്റിയുമാണ്. ഇവിടെ 4 ഉള്ളത് പാരാന്തസിസിലാണ്. അതായത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പാരാന്തസിസ് ഓപ്പറേറ്റർ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക കേട്ടോ. A*B-X/2, അതാണ് നമ്മളെ എക്സ്പ്രഷൻ. എക്സാമ്പിൾ A*B-X/2. ഇതിൽ സ്റ്റാർ ഓപ്പറേഷനുണ്ട്, മൈനസ് ഓപ്പറേഷനുണ്ട്, ഡിവിഷൻ ഓപ്പറേഷനുണ്ട് അല്ലേ. പക്ഷേ ഇത് ഒരു കാര്യം B-X എന്ന് പറയുന്നത് പാരാന്തസിസിൻ്റെ ഉള്ളിലാണ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കും പാരാന്തസിസിൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം പെർഫോം ചെയ്യണം എന്നുള്ളത്. അതേ സംഗതി തന്നെയാണ് ഇവിടെയും വരുന്നത്. പാരാന്തസിസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത് ഏതാണോ വെച്ചാൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഓരോന്നും അതിൻ്റെ ഓർഡർ അനുസരിച്ച് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റി വരുന്നത് എക്സ്പോണൻഷ്യനാണ്. എക്സ്പോണൻഷ്യന് അതായത് നമ്മുടെ റേസ് ടു വാല്യൂസുകളല്ലേ വരിക, അതാണ് സെക്കൻഡ് പ്രയോറിറ്റി അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രയോറിറ്റി പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സെയിം പ്രയോറിറ്റിയാണ് കേട്ടോ. സ്റ്റാറിനും ഡിവിഷനും സെയിം പ്രയോറിറ്റിയാണ്. A*B അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ ഡിവിഷൻ കണ്ടില്ലേ, ഡിവിഷൻ രണ്ടെണ്ണം ഉണ്ട്, റിയലും ഇൻറ്റിജറും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയലും ഇൻറ്റിജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ദെൻ പിന്നെ ലാസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ഇപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നെ എടുക്കുക, A*B-X/2 തന്നെ എടുക്കുക. അതിൽ നമ്മൾ B-X ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, സ്റ്റാർ ഓപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻ ആയിരിക്കും. ഏത് വേണമെങ്കിലും ചെയ്യും, കാരണം രണ്ടിനും എന്താണ്, സെയിം പ്രയോറിറ്റിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ വാരിയബിൾ പഠിച്ചു അല്ലേ. വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ചിങ് കണ്ടൻ്റ് ആണ് അല്ലേ. അതേ പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, നമ്മുടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, ഓൾവേസ് റിമൈനിങ് ദ സെയിം. ദ വാല്യൂ ഓഫ് എ ഡാറ്റ ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ഈസ് കോൾഡ് കോൺസ്റ്റൻസ്. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
നമുക്കൊരു കണ്ടൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ന്യൂമറിക് കോൺസ്റ്റൻസും ഉണ്ട്, ആൽഫ ന്യൂമറിക് കോൺസ്റ്റൻസും ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ വിച്ച് സ്റ്റോർഡ് ഇൻ എ വാരിയബിൾ. അതായത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അതായത് ഒരു വാരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഏത് ടൈപ്പാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതും എന്തുണ്ട്, ന്യൂമറിക്കും ഉണ്ട്, ആൽഫ ന്യൂമറിക്കും ഉണ്ട്. ന്യൂമറിക്കും ഉണ്ട്, ആൽഫ ന്യൂമറിക്കും ഉണ്ട്. ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൺലി നമ്പേഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യാരക്ടേഴ്സും സ്പെഷ്യൽ സിമ്പിൾസും സ്ട്രിങ്സും ഒക്കെ എന്തുണ്ടാവും അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ജോൺ ABC 12Z ABC സ്റ്റാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ജോൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് വാല്യൂസ് മാറുന്നില്ല. ഇതിൽ ABC കണ്ടോ, ABC നമ്മളൊരു ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. ABC ഒരു ഡാറ്റ ടൈപ്പാണ്. അതിൽ 12Z അല്ലെങ്കിൽ ABC സ്റ്റാർ എന്ന് പറയുമ്പോൾ ആ ABC എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലേക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പലിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അത് ABC ടൈപ്പാണ് സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 12Z എന്ന് പറയുന്നത് ABC ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ നമ്പർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ ക്ലിയർ ആയില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ 12 എന്നുള്ള ഒരു നമ്പർ, ഇതാണ് 12 എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 12Z, ഈ 12Z ABC ആണെന്ന് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞതാണ്. ഈ ഡാറ്റ ടൈപ്പിനെ ഞാൻ എന്താണ് പറയുന്നത്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണെന്ന് പറയുന്നുണ്ട്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുത്തു. അപ്പോൾ അതിൽ 12Z നമുക്ക് എന്ത് ചെയ്യാം, 12Z എന്ന് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണെന്ന് പറയും. അതുപോലെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇൻറ്റ് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു, ഇൻറ്റ് C എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻറ്റ് C നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൽ എന്ത് മാത്രമേ പാടുള്ളൂ, ഇൻറ്റിജർ വാരിയബിൾസ് മാത്രമാണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, ഈ സിയിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കണ്ടൻറ്റിൻ്റെ വാല്യൂ, അതായത് അത് ഏത് ടൈപ്പാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പോർഷനാണ്, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഹൈറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സുകൾ, കോൺസ്റ്റൻസുകൾ, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പ്, ഈ 3 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ന്യൂമറിക് എന്താണെന്നും ആൽഫ ന്യൂമറിക് എന്താണെന്നും ഓർക്കുക. അതുപോലെ പ്രസിഡൻസ് റൂള് അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സുകൾ കൃത്യമായും പറഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. സോ അതെന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.